ഇതുപോലത്തെ ഓലകൾ കൊടുത്തിട്ട് പായ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാട്ടോ നമ്മൾ ഇന്നുള്ളത്. ഇവിടൊക്കെ അതിൻ്റെ കെട്ടുകളാണ് ഇട്ടുള്ളത്. ആ ഇതിൻ്റെ അടിയിലൊക്കെ അങ്ങനത്തെ കെട്ടുകളുള്ളത്. ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് ഇട്ടത്. நெல்லு கட்டுங்க யூஸ் ஆகுது. நெல்லு நாத்தாங்கல்ல தெரியுங்களா, நாத்து நடுவாங்கல்ல, நாத்து விதை விட்டு நடுவாங்கல்ல, அது கட்டி நாத்தாங்கல்ல போடுவாங்க. ഇത് എപ്പോഴും റെഡി പண்றது മെഷീന്. അപ്പോൾ ഈ സാധനം വന്നിട്ട് ഇത് മെഷീനിലാട്ടോ ഉണ്ടാക്കുക. നമ്മൾ പോയത് ഈ കടൻ്റെ അപ്പുറത്തുള്ള കടയിൽ കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞാണ് ഇവിടെ ഇതിൻ്റെ അടിക്കണ കാര്യങ്ങളൊക്കെ ഉണ്ട്, പോയി കാണാനിട്ടാ. അപ്പോൾ ഇതും അതേപോലത്തെ ഒരു കടയാണ് കേട്ടോ. അവിടെയാണ് റെഡി ആക്കണത്. അങ്ങോട്ട് പോകട്ടെ. നമ്മൾ ഇവിടുന്ന് തിരുവണ്ണാമലയ്ക്ക് 20 കിലോമീറ്റർ ഉള്ളൂ. ആ ഒരു ഗ്യാപ്പിലാണ് ഈ ഒരു ഇത് വരുന്നത്, പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത്. ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പോയി കാണാൻ വേണ്ടി പറഞ്ഞപ്പോൾ വന്നാട്ടാ. ഇവിടെ അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന മെഷീനിലാണ് പായ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പായ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയലായിട്ടുള്ള പുല്ല് പല കളറിലും ക്ലിയർ ആക്കിയതിന് ശേഷം ഇവിടെ വരും. ഇവിടെ വന്നതിന് ശേഷം ഇതുപോലെ മാറ്റി വെച്ച് കൊടുത്തിട്ടാണ് ഒരു പായ നിർമ്മിക്കുന്നത് കേട്ടോ. ഒരുപാട് നൂലും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട്. ഇതിവിടെ വന്ന് കാണുമ്പോൾ എത്രത്തോളം ഇതിന് എഫേർട്ട് എടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇത്രയധികം നൂൽക്കെട്ടുകളുണ്ട് കേട്ടോ. ഈ നൂൽക്കെട്ടുകൾ എണ്ണാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അത്രയും നൂൽക്കെട്ടുകൾ ഇടയിൽ കൂടെയാണ് ഒരു പായ് ഉണ്ടായി വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു കമ്പനീൻ്റെ ബാക്കൊക്കെ വന്നത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവരെ വലിയൊരു ഗോഡൗൺ ആട്ടോ കാണാൻ കഴിഞ്ഞത്. ഇവിടെ കളറുകളൊക്കെ ചേർത്ത് പാകപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരുപാട് കെട്ടുകളൊക്കെ കാണാനുണ്ട്. ഈ ഒരു ഷെഡിൻ്റെ ബാക്കിൽ വീണ്ടും വേറെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ അക്കന്മാരൊക്കെ കേട്ടോ പണിയെടുക്കണേ. ഇതന്നെ ഉരസിട്ട് എടുക്കിற ലൂസ് பண்ணுறீங்களா உரசுற? மேலே இருக்கிறது. ഇത് സംഭവം വേറൊന്നുമല്ല. ഈ പുല്ലിൻ്റെ മേലൊരു തൊലി വരുന്നുണ്ട്. ആ തൊലി ഉരസിയിട്ട് കളയാണ് കേട്ടോ. കളഞ്ഞതിൻ്റെ ശേഷം മാത്രമേ പായ് ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെ അങ്ങനെ വന്ന സാധനങ്ങളാട്ടാ. അത് ഇതുപോലെ എടുത്തിട്ട് റെഡിയാക്കുക. അങ്ങനെ വരുതി കഴിഞ്ഞാൽ വരുന്ന വേസ്റ്റ് ആണിട്ടത്. ഈ കാണുന്നത് ഈ കെട്ടൊന്ന് ചൂടാക്കുകയാണ് കേട്ടോ. അതായത് പെട്ടെന്ന് അതിൻ്റെ മേലുള്ള കോട്ടിങ് വേർതിരിച്ച് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ കല്ലിൽ വരുതുമ്പോൾ അത് പെട്ടെന്ന് അടർന്നു പോരുള്ളൂ. ഇവർ എന്നോട് ചോദിക്കുകയാണ് കേരളത്തിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടോ, ഞങ്ങൾ വരാമെന്ന്. എന്താ ഇപ്പോൾ ഞാൻ അതിനൊക്കെ മറുപടി പറയാം. ഈ ഒരു ഏരിയയിലുള്ള കടകൾ മൊത്തം ഇതുപോലെയാണ് കേട്ടോ. പായ്കളൊക്കെ വിറ്റിട്ടുള്ള കടകളാണ്. ഇവിടെ ഒരു കട ഉണ്ട്, ഇവിടെ ഒരു കട ഉണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു കട ഉണ്ട്. അപ്പോൾ ഈ ലൈനിൽ ഒരുപാട് കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ.